ആദ്യം ഓറഞ്ച് പെയിന്റ് അടിച്ചിട്ട് അതിന്റെ മുകളിൽ കിറയുക. എന്താ രസമാക്കിയല്ലേ. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് ഇപ്പോൾ കുറച്ചാളാ വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഇപ്പം ഒരാഴ്ച കഴിഞ്ഞെന്ന് തോന്നട്ടോ. അപ്പം എന്താണ് ഈ കോവിഡിൻ്റെ കാര്യം വെളിയിലോട്ടൊന്നും പോകാൻ വയ്യ, അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഇടാൻ പറ്റാത്തത്. പിന്നെ നമ്മുടെ Q&A വീഡിയോ ആദ്യം ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എടുത്തൊന്നും ശരിയായില്ല. അത് ഒന്നുകൂടെ ഷൂട്ട് ചെയ്തിട്ട് പയ്യെ ഇടാം. ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ വർക്ക്ഷോപ്പിലാണ്, നമ്മുടെ Q20 കൊണ്ടുവരില്ല ആ വർക്ക്ഷോപ്പിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി വീഡിയോ ആണ്. നമ്മൾ ഈ ഒരു ക്രിസ്റ്റൽ എഫക്റ്റ് പെയിൻറ്റിങ്ങൾ ഒരുപാട് വണ്ടി ചെയ്തിരിക്കുന്നത് കണ്ടാണ്. RCയിലും ഡ്യൂക്കിലൊക്കെ RFIലൊക്കെ കൂടുതൽ ചെയ്യുന്നത് കണ്ടാണ്. കണ്ടല്ലേ, ഇതിപ്പോൾ ഒരു ചേതക്കാണ്. ഇത് ടെസ്റ്റ് അടിച്ച് നോക്കിയ ഒരു പാർട്സാണ് കേട്ടോ. ഇതും ഒരു ബ്ലൂ കളറൊക്കെ ക്രിസ്റ്റൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ടെസ്റ്റ് അടിച്ച് ചുമ്മാ കളഞ്ഞതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്രിസ്റ്റൽ എഫക്റ്റ് എങ്ങനെയാണ് നമ്മളൊരു വണ്ടി ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതിൻ്റെ ലിക്വിഡാണ് ഇത്. നമ്മൾ ചെയ്തു വെച്ച പാർട്സാണ് ഇത്. ഇതെന്ന് വെച്ചാൽ ഇത് ഇന്നലെ വന്ന് ഇതിൻ്റെ പകുതിയോളം ചെയ്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ ഈ ലിക്വിഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് മെയിനായിട്ടുള്ളത് കണ്ടന്റ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഈ ഒരു പാർട്സ് ഫുൾ ചെയ്തൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആദ്യം കണ്ടിട്ട് വരിക. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് പിന്നെ അടുത്തൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. 100% എന്താ പറയണേ, ഒരു പെർഫെക്ഷൻ കാണില്ല, ഉണ്ടാക്കണതാണ്. നമ്മളതിൽ ആറ് സ്കെയിൽ ഉണ്ടാക്കിയാലേ നമുക്ക് അതിൻ്റെ പല വേരിയേഷൻ വരും അല്ലേ, വലുതും ചെറുതായിട്ടുള്ള വേരിയേഷൻ വരുന്നുണ്ടോ, പലതും വരുന്നുണ്ടോ. ഇത് നമ്മളിവിടെ കിട്ടുന്ന ഒരു ഐറ്റം വെച്ചാണ് ഉണ്ടാക്കണത്. നമ്മുടെ യൂറിയ എന്ന് പറയും, നമ്മളെ വളം യൂറിയ വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഇതും പിന്നെ വേറെ എന്തൊക്കെയാണ്? യൂറിയ മാത്രമേ ഉള്ളൂ, സോപ്പിന്റെ ലിക്വിഡ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനൊരു പ്രൊപ്പോർഷൻ ഉണ്ട്, ഇത് മിക്സ് ചെയ്ത് എടുക്കണതിന്. അതിലാണ് ഇരിക്കണ കാര്യം. അപ്പം ഇന്ന് ചെയ്യാൻ പോണ പെയിന്റ് എന്ന് വെച്ചാൽ ക്യാൻഡൽ റെഡ് ആണ്. ഇതിപ്പം ബ്ലൂ ഷെയ്ഡാണ്, ബ്ലൂവിൽ ക്രിസ്റ്റൽ എഫക്റ്റ് കൊടുത്തതാണ്. ഇതൊക്കെ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു എക്സിൽ ടാങ്ക് ഫുള്ള് ഇതിനൊക്കെ ക്രിസ്റ്റൽ എഫക്റ്റ് ചെയ്തൊരു വണ്ടിയുടെ വീഡിയോ ഇട്ടായിരുന്നു കഴിഞ്ഞൊരു വീഡിയോയിൽ. പക്ഷെ അത് പൊളിയായിട്ട് വരും. അത് ഞാൻ ഉള്ളപ്പോഴാണ് അതിൻ്റെ മുകളിൽ ക്ലിയറും കാര്യങ്ങളൊക്കെ അടിച്ചത്. അപ്പോൾ ഇന്ന് എനിക്കായിട്ടാണ് ഈ ഒരു എന്താണ് ഈ ഒരു എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എനിക്കായിട്ട് ഇവിടെ ഉള്ളൊരു പാർട്സ് എടുത്തിട്ട് ഇത് ഉരച്ച് എനിക്ക് വേണ്ടി വേണ്ട കടയിൽ ഇപ്പോൾ യൂറിയയും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ ആകാശ്. താങ്ക് യു. കൈക്കിത്തി കുഴപ്പമുണ്ട് കേട്ടോ. അതായത് കഴിഞ്ഞൊരു ആക്സിഡൻറ്റ് കഴിഞ്ഞപ്പോൾ കൈക്കിത്തി സ്വാധീനക്കുറവുണ്ട്. കൈ കാണിച്ചെടുക്കാം. ഇവിടെ കണ്ടത് വിട്ടിട്ടില്ല, ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. അതുകൊണ്ട് വയ്യാത്ത കയ്യും വെച്ചൊക്കെയാണ് ചെയ്യുന്നത്. പാവം ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇതെന്താണ് സംഭവം? ബ്ലോവർ. ചൂട് കാറ്റാണ് കേട്ടോ അതിന് വരുന്നത്. അന്നെന്താടാ ചൂട് കാറ്റാണ് കേട്ടോ ഇതിന് വരുന്നത്. അപ്പം അത് വെച്ച് ജസ്റ്റ് ഒന്ന് ഉണക്കിയാണ് ആദ്യം. യൂറിയ കുപ്പിനകത്ത് ഒരു പകുതിയോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തെന്താണ് സംഭവം? ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ വെള്ളം നിറച്ച് ഇത്ര വെള്ളത്തിൽ നമ്മൾ ഇത്ര യൂറിയ ഡിസോൾവ് ചെയ്ത് പകുതി വെള്ളത്തിൽ പാതി വെള്ളം അല്ലേ? പകുതി വെള്ളത്തിൽ പാതി യൂറിയ. ഇത് ചെറിയൊരു ഹീറ്റ് നമ്മൾ കൊടുക്കണം. ഹീറ്റ് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെള്ളമായിട്ട് ഇത് ചെയ്യുമ്പോഴത്തേക്ക് നല്ല തണുപ്പ് ലിബറേറ്റ് തണുപ്പ് വെളിയിലോട്ട് വിടും. അപ്പോഴത്തേക്ക് ആ തണുപ്പിനെ എന്തിനാണ് നമ്മൾ വെട്ടിക്കളയാനായിട്ട് ചെറിയൊരു ചൂട് കൊടുക്കണം. നമുക്ക് ചൂട് കൊടുക്കാനുള്ള സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ബ്ലോവർ ഉപയോഗിക്കണം. ഹീറ്റ് ബ്ലോവറാണ്. ചൂടാകും അല്ലേ? ഇതിപ്പോൾ പിടിച്ചു നോക്കിയാൽ തണുപ്പ് പിടിക്കുന്നുണ്ട്. ആ തണുപ്പിനെ ക്യാൻസൽ ചെയ്ത് കളയണം പറ്റുള്ളൂ. ഇതിപ്പോൾ നല്ല തണുത്ത വെള്ളം കണക്കായ കേട്ടാ, നല്ല തണുപ്പായി സെറ്റ്. ഫ്രിഡ്ജ് വെച്ച വെള്ളമില്ലേ അതാണ് കാണാൻ. എൻ്റെ കണ്ട സൈഡിൽ ഫോഗ് കടിച്ചു തുടങ്ങി. ഇങ്ങനെയാണ് ഇത് മിക്സ് ആക്കുന്നത് കേട്ടോ. മിക്സ് ആകുമ്പോൾ സംഭവം ഈ അല്ലാത്ത ഷോപ്പിലൊക്കെ ക്രിസ്റ്റൽ ചെയ്യില്ല. അപ്പൊ ഈ സെയിം മെത്തേഡ് വെച്ചായിരിക്കും അല്ലേ? വേറെ എന്തെങ്കിലും ലിക്വിഡ് മേടിക്കാൻ കിട്ടുന്നുണ്ടോ? അല്ലാതെ തന്നെ ക്രിസ്റ്റലിന്റെ ലിക്വിഡ് വാങ്ങിക്കാൻ കിട്ടും അല്ലേ? ലിക്വിഡ് വന്നിട്ട് 1000 രൂപ വരെ. ഓ, ക്രിസ്റ്റലിന്റെ ലിക്വിഡ് നമുക്ക് ആകെ ഇപ്പൊ ഇതിപ്പോ 1 കിലോ യൂറിയ ഉള്ളു, ഇത് 15 രൂപ. ഓക്കെ. അപ്പൊ അങ്ങനത്തെ ലിക്വിഡ് വാങ്ങിച്ചാണ് ബാക്കിയുള്ള ഷോപ്പിലൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പം നമ്മളിപ്പോ ഉണ്ടാക്കിയെടുത്ത ഒരു സാധനമാണ്. അപ്പൊ അതിന്റെ അത്രയൊക്കെ റേറ്റേ വരുന്നുള്ളൂ. നമ്മളെ ഇതെന്ന് വെച്ചാൽ ഈ വെള്ളത്തിൽ മാക്സിമം പറ്റണ അത്രയും ഡിസോൾവ് ചെയ്ത് എടുപ്പിക്കണം. കുറച്ച് കളഞ്ഞാലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. ഇനി കുറച്ച് മരുന്നിട്ടണോ? ഓക്കെ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഇതിൻ്റെ പേരെന്താ? യൂറിയ കുറച്ചും കൂടെ കുപ്പിയിലാണ്. ഇത് വായിക്കാത്തൊക്കെ പോയാൽ പിന്നെ തന്നെ. ഓക്കെ. അപ്പോൾ ആദ്യം ഒഴിച്ച ഇത് പേര് മറന്നു, യൂറിയ. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത യൂറിയ അലിയിച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാമത് പിന്നെ എൻ്റെ ഒഴിച്ചു കേട്ടോ. അത് ഇനി അലിയിച്ചെടുക്കണം. ഓക്കെ. പൈസ ഇപ്പോൾ നമ്മൾ 2 വേണം. എൻ്റെ പേര് പിന്നെ മറന്നു. മെർക്കുറിനെ വായി വരുന്നോളൂ.
മെർക്കുറി അല്ല, ഗൈസ് നമ്മൾ യൂറിയ രണ്ടുകൂടെ മിക്സ് ചെയ്ത് രണ്ടുകൂടെ മെൽറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഇതിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മളെ ലാക്രോണിൻ്റെ ഷാമ്പു ഒരു 2-3 തുള്ളി ഇത്ര മതി പറയും. ഓക്കെ, അപ്പോൾ അത് കാണാൻ കേട്ടോ. ഇതാണ് 2-3 തുള്ളി. അല്ല ഞാൻ പറയില്ല, അതൊക്കെ പറയും. വെള്ളൂടെ കുടിക്കുക. അതിപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിൽവർ പെയിൻറ്റ് ഈ ഒരു ചെറിയൊരു ഇതിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം സിൽവറാണ് നമ്മൾ ഈ ഒരു പീസിൽ അടിക്കാൻ വേണ്ടി പോകുന്നത്. സിൽവർ അടിക്കുന്നത് എന്തിനാണ് സംഭവം? ആദ്യം സിൽവർ അണ്ടർ കോട്ടാണ്, ക്യാൻഡി റെഡ് ചെയ്യുന്നതിൻ്റെ അണ്ടർ കോട്ടാണ് സിൽവർ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ സിൽവർ കോട്ടിങ് അടിച്ച് കഴിഞ്ഞ് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ കേട്ടോ. 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത ഉണ്ടാക്കി വെച്ച ആ ഒരു എന്താണ് ആ ഒരു കെമിക്കൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ സിൽവർ അടിച്ചപ്പോൾ മഴ ആയിട്ട് സിൽവറിന് ചെറിയൊരു പെയിൻറ്റ് കളർ വ്യത്യാസം അല്ലേ, ചെറിയൊരു പോച്ചിലാണ്. അപ്പം കുഴപ്പമില്ല, ഇതിൻ്റെ മുകളിൽ കൂടെ അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ക്രിസ്റ്റൽ ഇനി ഇതിന് പുറത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പം വേസ്റ്റിൽ മുക്കിയിട്ടാണ് ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത്. ഇത് തുടയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരു സ്ഥലത്ത് പോലും ഗ്യാപ്പ് വരാത്ത രീതിയിൽ തുടങ്ങണം. ഫുള്ള് കവറാകുന്ന രീതിയിൽ രീതിയിൽ തുടച്ചെടുക്കണം. ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്ര സ്ഥലത്ത് നന്നായിട്ട് ആയിപ്പോൾ. ഇതിപ്പോൾ ഈ ക്രിസ്റ്റലേ നമുക്കിപ്പോൾ ചെറുതാക്കാം വലുതാക്കാം അങ്ങനെയെല്ലാം ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇപ്പം ഒരു തവണ ചെയ്ത് നമ്മൾ ഓരോ ക്രിസ്റ്റൽ ഫോം ചെയ്തിട്ട് വരും. ആ വരുന്നതിൻ്റെ മണ്ടേ കൂടെ നമ്മൾ ഒന്നുകൂടെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ചെറുതാവും, ചെറിയ ക്രിസ്റ്റലുകളാണ്. ഒരു പോയിന്റിനൊക്കെ സ്പ്രെഡായി പോകില്ലേ, അത് നമുക്ക് ചെയ്യെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറിയ തന്നെ ഈ പീസ് ഉണ്ടല്ലോ, ചെറിയ പീസുകൾ, ഈ പീസ് എടുത്ത് നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ വെച്ച് കൊടുത്താൽ അത് മെൽറ്റായി പോയിക്കോളൂ. മെൽറ്റാവില്ല, ആ ഒരു പൊസിഷൻ ഇങ്ങനെ സ്പ്രെഡായി വന്നൊക്കെ വരും. ഓ അങ്ങനെയല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ ചെറുതായിട്ട് ക്രിസ്റ്റൽ രൂപപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കുറച്ച് ഇരുട്ടാണ് കേട്ടോ, അതുകൊണ്ട് കറക്റ്റ് കാണാൻ പറ്റുന്നില്ല. ചൂട് കറക്റ്റ് ഇല്ലാത്തതുകൊണ്ട് കറക്റ്റ് വരുന്നുണ്ട്. പക്ഷേ ചൂട് കറക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരു സ്പോട്ടിൽ നിന്ന് ഇങ്ങനെ പൊട്ടി വരാത്തത്. വെയിലാണെങ്കിൽ കറക്റ്റാണല്ലേ, വെയിലാണ് കറക്റ്റ് വന്നത്. ഈ സീൻ ഒന്നുകൂടെ പിടിക്കേണ്ടി. ഇതിപ്പോൾ നേരെ വന്നിട്ടില്ല, കുഴപ്പമില്ല പറയാം. അല്ല ഗൈസ്, നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് ആ കെമിക്കൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പക്ക ക്രിസ്റ്റൽ എഫക്റ്റ് വന്നിട്ടില്ല. വെയിലുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഹീറ്റർ വെച്ച് ചെയ്യാൻ നേരത്ത് ഒരു സ്ഥലത്ത് മാത്രമേ ചൂടാവുള്ളൂ അല്ലേ, അങ്ങനെയല്ലേ. അതുകൊണ്ട് കറക്റ്റ് നമ്മൾ ആ ക്രിസ്റ്റൽ വന്നിട്ടില്ല. എങ്കിലും വേറൊരു മോഡലായിട്ടുണ്ട്. ഇതിന് പുതിയ പേരിടാം, നമുക്ക് വേണമെങ്കിൽ പുതിയ പേരിടാം. വേറെ മോഡലായിട്ടുണ്ട്. ബ്ലാക്ക് അടിക്കണം, ചെറുതായിട്ട് ബ്ലാക്ക് സ്പ്രെഡ് ചെയ്തിട്ട് അതിനെ നൈസിന് കുറച്ച് കളയുമ്പോഴത്തേക്ക് ഈ പാറ്റേൺ അതിൽ തെളിഞ്ഞു വരും അല്ലേ. ബ്ലാക്ക് ബ്ലാക്ക് ഇതിന് വെയിറ്റ് ചെയ്യണം ഉണങ്ങാൻ വേണ്ടിയിട്ട്. ഈ ബ്ലാക്ക് ഉണങ്ങാൻ. ഓക്കെ, അപ്പോൾ ബ്ലാക്കിന് ഉണങ്ങിയിട്ട് അടുത്ത പരിപാടിയിലോട്ട് പോകാം. നമുക്ക് ഉണങ്ങിയിട്ട് ഇത് ഉരച്ചിടണം. ഓക്കെ, അപ്പോൾ ഉണങ്ങി തിരുത്തിട്ട് നമുക്ക് പിന്നെയും വരാം. ഓക്കെ, അപ്പോൾ പെയിൻറ്റ് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്നാണ് ഇതിന് ഉരച്ച് കളയാക്കെ വേണം. നൈസ് സാൻഡ് പേപ്പറിന് വേറെ പീസ് എടുക്കണം. ഒന്നേ ഷൂട്ട് ചെയ്യണം, എന്നിട്ട് എടുക്കണം. കട്ടിയുള്ള ഹാൻഡ് പേപ്പർ എടുപ്പുണ്ടോ, ഒന്നുകൂടെ ഉറച്ചെടുക്കാം. പക്ഷേ ഇന്നലെ ചെയ്ത ആ പെയിൻറ്റിങ് ചെറിയ ഫിനിഷിങ്ങിന് കുറവുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം കറണ്ടും പോയി, അങ്ങനെ ആകെ ഫുള്ള് ഡൗൺ ആയി. അപ്പോൾ അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ വന്ന് അപ്പം ആകാശം ഇവിടെ ക്രിസ്റ്റൽ ഒന്നും കൂടെ ഫുൾ റിമൂവ് ആക്കിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നോക്കുമ്പോൾ കറക്റ്റ് കാണാൻ പറ്റും കണ്ടോ. അപ്പോൾ ക്രിസ്റ്റൽ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നലെ വരച്ചപ്പോൾ ഇതിൻ്റെ എന്താണ് സിൽവർ കോട്ടിങ് വരെ ഇളകി പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് അടിപൊളിയായിട്ട് എല്ലാം
കിടലായിട്ടാണ് കേട്ടോ. ഇപ്പോഴാണ് ക്രിസ്റ്റലായത്. ഇന്നലെ സംഭവം ക്രിസ്റ്റലൊന്നും അല്ലായിരുന്നു, വേറെ എന്തോന്നാ ഇത് സംഭവം വരുന്നത് കേട്ടോ. പക്ഷെ ഇന്ന് അടിപൊളിയായിട്ട് ഇന്നലെ കുറച്ച് വെയിലിൻ്റെ ലഭ്യത കുറവുണ്ട്. ഇന്ന് നല്ല വെയിലുള്ളതുകൊണ്ട് സെറ്റായിട്ട് എല്ലാം കിട്ടി. ഇന്നലെ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ആ ഒരു ഇതായിപ്പോയത്. പൊളിച്ച് കേട്ടോ, പൊളിച്ച്. വെറും 15 രൂപയ്ക്കുള്ള സാധനം വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഒരു ക്രിസ്റ്റൽ എഫക്റ്റ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇന്നലെ ഉള്ള വീഡിയോ വെച്ച് തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്ത് വീട്ടിൽ പോയെങ്കിൽ ഇപ്പോൾ ഈ ഒരു എഫക്റ്റ് നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. ഇതെന്ന് വെച്ചാൽ അടിപൊളിയായിട്ടുണ്ട്. ഇന്നലത്തെ ക്രിസ്റ്റലൊന്നും അല്ല ഇന്ന് കാണാൻ പറ്റുന്നത്. ഒരു എന്താണ് ഒരു ഒറിജിനൽ ക്രിസ്റ്റലാണ് തന്നെ സംഭവം. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഇനിയും കുറച്ചുകൂടെ ക്രിസ്റ്റൽ കൂട്ടാൻ കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. നമ്മൾ തേക്കണതിൻ്റെ ഇത് നോക്കിയിരിക്കും. ഓക്കെ, സെറ്റ് സാധനം. ഇതൊന്നുമല്ല, ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ക്യാൻഡിൽ റെഡ് അടിക്കും കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ കുറച്ചും കൂടെ ബ്യൂട്ടി നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ, സെറ്റല്ലേ? ഇതാണ് ക്യാൻഡി റെഡ്. ഓ, ബ്ലഡിൻ്റെ കളറല്ലേ, കറക്റ്റ് ബ്ലഡ്. ഓ, പൊളിച്ച്. അപ്പോൾ ഇതാണ് ഞാൻ അടുത്ത അടിക്കാൻ പോകുന്നത് കേട്ടോ. ഇത് ചുമ്മാ അടിച്ചാൽ മാത്രം മതിയോ? ഇതും ക്ലിയർ അടിക്കണം അല്ലേ? അതിപ്പോൾ നമ്മളിപ്പോൾ ക്യാൻഡിലായിട്ട് പെയിൻറ്റ് കൂടെ അടിക്കാൻ കേട്ടോ. ഇതും കൂടെ അടിക്കുമ്പോൾ ഏകദേശം വർക്കൊക്കെ കഴിയും. ഇത് കഴിഞ്ഞിട്ട് ക്ലിയറോടെ അടിക്കണം. ഓക്കെ, അപ്പോൾ പെയിൻറ്റ് അടിക്കാം. പിന്നെ അല്ല, സൂപ്പർ. അതിപ്പോൾ നമ്മൾ ക്രിസ്റ്റലിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇപ്പോൾ ക്ലിയറാണ് അടിക്കണം. ഇതിപ്പോൾ ക്രിസ്റ്റൽ അടിയിലായിട്ട് തെളിഞ്ഞ് കാണാൻ പറ്റും. ക്ലിയർ അടിക്കുമ്പോൾ കുറച്ചുകൂടെ ഗ്ലേസിങ് കിട്ടും. നോക്കിയാണ് നാണ്ട ഈ ഒരു 15 രൂപ ഈ ഒരു യൂറിയ വെച്ചാണ് നമ്മളിപ്പോൾ ഈ ഒരു ക്രിസ്റ്റൽ സെറ്റാക്കിയത്. എന്താ പോനെ പോളി. ഓ മൈ പോയേനെ. മോനെ ലെവല് സാധനം. ഇവർക്ക് ഹെൽമെറ്റിലൊക്കെ അടിക്കാമല്ലേ ഇതാണ് സംഭവം. മോനെ എന്തൊക്കെ രസം നോക്കിയല്ലേ, ഫോളി. ഇത് ഈ സെയിമാണ് ഞാൻ മുമ്പ് ഇവിടെ നിന്ന് വീടിയിട്ടാണ്. ടാങ്ക് എഫ്സിയുടെ ടാങ്ക് ഫുള്ള് ഈ ഒരു ക്രിസ്റ്റലാണ് അടിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. മോനെ ഇതിപ്പോൾ 2 രീതിയിൽ നമുക്ക് ക്രിസ്റ്റൽ എടുക്കാൻ പറ്റും. ഇതിപ്പോൾ 3D ആയിട്ടാണ് ഈ ഒരു ക്രിസ്റ്റൽ എടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ആദ്യം ഓറഞ്ച് പെയിൻറ്റ് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ക്ലിയർ, അതിൻ്റെ മുകളിൽ ബ്ലാക്ക്, അതിൻ്റെ മുകളിൽ ക്രിസ്റ്റൽ, അങ്ങനെയൊക്കെയാണ് ഈ ഒരു എന്താണ് ഈ ചേതക്കിൻ്റെ സ്വന്തം മഴകാടിരിക്കുന്നത്. ഇതിപ്പോൾ ഈ ഒരു ബ്ലാക്ക് അകത്ത് പോയിട്ടാണ് ഈ ഒരു ക്രിസ്റ്റൽ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് മോഡലാണ്. ഓക്കെ, റെഡ് തന്നെ എന്തായാലും പൊളിയല്ലേ. ക്യാൻഡി റെഡും കൂടെ ആയതുകൊണ്ട് കടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ജെറിയാണ് ഇരിക്കുന്നത്. ഇനി അടിക്കണം അല്ലേ? ഇതൊക്കെ തന്നെ മതി, ധാരാളം. പീസ് ഇവിടെ എവിടെ പൊട്ടിപ്പൊടിഞ്ഞ് കിടന്നൊരു പീസാണ് കേട്ടോ. അതിനുവേണ്ടി ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു സംഭവം നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഈ ഒരു ക്ലിയറും ഈ ഒരു പെയിൻറ്റൊക്കെ നമ്മൾ അടിച്ച് സെറ്റ് ആകുന്നത് കേട്ടോ. ആരും ഇതിൻ്റെ ഉടമസ്ഥൻ പോലും ഇവിടെയൊന്നും ഇല്ല ഈ ഒരു വണ്ടിയിലാണ്. അപ്പോൾ ആരെങ്കിലും ഈ ഒരു പീസ് വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതി കേട്ടോ, ഫ്രീക്ക് എടുത്തോണ്ട് പോവാം. ബ്രോ ഇപ്പോഴേ നമ്മളിപ്പോൾ വേറെ ഷോപ്പിൽ ചെയ്ത് ആ സെയിം ഇതൊക്കെ ഈ ഉരച്ച് കളഞ്ഞിട്ടുള്ള മെത്തേഡിലായിരിക്കുമോ സംഭവം ചെയ്യുന്നത്? ഈ മെത്തേഡ് തന്നെ ആയിരിക്കും. ഈ മെത്തേഡ് തന്നെ യൂസ് ചെയ്യണത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ലിക്വിഡ് ഉണ്ടല്ലോ, നമ്മളുണ്ടാക്കിയ ലിക്വിഡ്, യൂറിയ വെച്ച്. യൂറിയ വെച്ച്. ആ യൂറിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടെ പവറുള്ള യൂറിയ ഉണ്ട്. അത് വെച്ച് ചെയ്യുമ്പോഴത്തേക്കാണ് നല്ല അടിപൊളിയായിട്ട് വരുന്നത്. അത് യൂറിയ തന്നെ അല്ലേ? യൂറിയ വെച്ച് തന്നെ ചെയ്യണം. എന്നിട്ടാണ് അത്ര റേറ്റ് അവര്. എന്നുവെച്ചാൽ വേറെ അതിന്റെ ക്വാളിറ്റി വ്യത്യാസം, ക്വാളിറ്റി യൂറിയയുടെ ക്വാളിറ്റി വ്യത്യാസം വരും. അപ്പോൾ ആ സെയിം ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതിനൊക്കെ ചെയ്യാം. എടുക്കാം. ഓക്കെ ഓക്കെ.
കാലം ചെയ്തോണ്ടാണ് ഇങ്ങനെ ഇരിക്കണം. നമുക്ക് ഒരു വണ്ടിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു പീസിന്റെ ഒരു സൈഡ് ഫെയ്ഡ് ആവണമെങ്കിൽ അത് ഫുൾ റിമൂവ് ചെയ്തിട്ട് വീണ്ടും ഒന്നെന്ന് പറഞ്ഞ് സെറ്റ് ആകും അല്ലേ? ഓ ഇതിപ്പോൾ ഈ ഒരു പീസും ഇവിടെ ഇരിക്കുന്ന ഈ പീസ് മൊത്തം ഇത് ചുമ്മാ പോസ്റ്റ് അടിച്ച് നിൽക്കുന്ന സമയത്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വിലത്തരം കാണാം കേട്ടോ. മുമ്പ് ഞാൻ പറഞ്ഞു FC കണ്ടത്, ആ FC എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഈ ഒരു സെയിം ക്രിസ്റ്റലാണ് അതിലടിച്ചത്, അത് പൊളി സാധനം എടുക്കുന്നത് കേട്ടോ. ഗൈസ് അപ്പോൾ ഈ ഒരു പെയിൻറ്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ആകാശിൻ്റെ നമ്പരും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ആകാശിൻ്റെ Instagram ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിലേക്ക് ഒരു ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. പിന്നെ വണ്ടി ക്ലിയറിൻ്റെ റേറ്റാ, ഈ ഒരു ക്രിസ്റ്റൽ ഒരു വണ്ടിക്ക് അടിക്കാനുള്ള റേറ്റാ വല്ല ചോദിക്കണമെങ്കിൽ മച്ചാനെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ലിക്വിഡ് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാനേ ഉള്ളൂ. അത്യാവശ്യം പേര് അടിക്കുന്ന വർഷാപ്പിൽ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് തന്നെ ഈ ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് ഈ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്ത് അവിടെ തന്നെ നിങ്ങൾക്ക് ചെയ്യാനേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇതുവരെയ്ക്കും ഗുഡ് ബൈ.